നമസ്തേ. മുഹൂർത്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മകരം രാശിക്കാരെ സംബന്ധിച്ച് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിന്റെ ഒരു കാൽഭാഗവും കൂടിയതാണ് മകരം രാശി. അപ്പൊ മകരം രാശിക്കാരെ സംബന്ധിച്ച് കർക്കിടക മാസത്തിലേക്ക് സൂര്യൻ വരുമ്പോൾ ആ സൂര്യൻ 7-ലാണ് നിൽക്കുന്നത്. നിവർത്തി സ്ഥാനത്താണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പൊ നിവർത്തി സ്ഥാനത്ത് സൂര്യൻ നിൽക്കുമ്പോൾ നമുക്ക് അത്ര ശോഭന ഫലങ്ങളൊന്നും അല്ലെങ്കിലും അവിടെ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഇത്തിരി ആ വ്യാഴവും സൂര്യനും അല്ലേ, അപ്പൊ ഇത്തിരി കൂടി നല്ലൊരു ഭാവത്തിലേക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ 3-ലാണ് ശനീശ്വരൻ നിൽക്കുന്നത്. മുടി വെച്ച് വാഴുന്ന ഒരു സമയമാണ്. എല്ലാ ദോഷങ്ങളും മാറി അവർ ഇത്തിരി കൂടി ഏഴര ശനി ഒക്കെ കഴിഞ്ഞ് സെറ്റായി നിൽക്കുന്ന ഒരു സമയമാണ്. എങ്കിലും വ്യാഴം 7-ലാണ് നിൽക്കുന്നത്. വ്യാഴമാണ് എല്ലാ കാര്യവും നമുക്ക് നിവർത്തിച്ച് തരുന്നത്. അവിടെ സൂര്യനും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ടെസ്റ്റുകളൊക്കെ എഴുതുമ്പോൾ, അതായത് എന്ത് കാര്യം ഇപ്പോൾ പറയാനിരിക്കുകയാണെങ്കിലും ടെസ്റ്റുകളൊക്കെ എഴുതാനായിട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ പറയില്ലേ, കുറേയൊക്കെ നമ്മൾ പഠിച്ചാലും അതിനൊരു ചിട്ടയാക്കി എടുത്ത് ഇന്നതിനാണ് നമ്മൾ പോകുന്നത് എന്ന് മനസ്സിൽ നിന്ന് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. എന്ന് വെച്ചാൽ വ്യാഴാണ് നിവർത്തിച്ച് തരുന്നത്. അപ്പൊ ആ പ്രാർത്ഥനയാണ് നമുക്ക് കൂടുതൽ വേണ്ടത് അവിടെ. അപ്പൊ വ്യാഴം തന്നെ നിവർത്തിച്ച് തരും നമ്മുടെ എല്ലാ കാര്യങ്ങളും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതുപോലെ തോന്നിക്കണമല്ലോ. അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ ഇന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്, അപ്പൊ അത് ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ വേണം എന്ന് നമ്മളൊരു തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നടക്കും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൂര്യൻ 7-ല് നിൽക്കുന്നത് അത്ര നമുക്ക് നല്ലതായിട്ട് ചെയ്യില്ല. പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വല്ല പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സൂര്യൻ 7-ലാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ വീട്ടിൽ നിന്ന് നീങ്ങി നിൽക്കുക, അല്ലെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇത്തിരി നാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിൽക്കുക, അങ്ങനെയൊക്കെ വരുന്നൊരു സമയമാണ് ഈ രാശിക്കാർക്കിട്ട. അതായത് മകരം രാശിക്കാരെ സംബന്ധിച്ചാണ് നമ്മളിത് പറയുന്നത്. അപ്പൊ സൂര്യൻ എന്ന് പറയുന്നത് 7-ൽ നിൽക്കുന്നതും അത്ര കുടുംബ ബന്ധങ്ങളിൽ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് അത്ര നല്ലതല്ല. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ വാക്കുകളൊക്കെ നമ്മൾ നന്നായി സൂക്ഷിക്കുക. അപ്പൊ 2-ലാണ് രാഹു നിൽക്കുന്നത്. അപ്പൊ ഇവർക്കും ദേഷ്യം വരും. അപ്പോ ഈ നക്ഷത്രക്കാർക്ക്, ഉത്രാടവും തിരുവോണവും അവിട്ടത്തിന്റെയും കാൽഭാഗത്തിലുള്ള ആ നക്ഷത്രക്കാർക്കും പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ നമ്മൾ എടുത്തടിച്ച് ഒന്നും പറയാതെ, 7-ാം ഭാവം എന്ന് പറഞ്ഞ ഭർത്താവിന്റെ ഭാവം കൂടിയാണ്. അപ്പൊ അവരുടെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവാം. ഒന്ന് ക്ഷമ എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു മാസം നമ്മൾ വിചാരിച്ചേക്കാളും നല്ലൊരു ഭാവത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ആയിക്കോട്ടെ, നമുക്ക് എന്തിനും ഒരു തീരുമാനം എടുക്കാൻ നമ്മുടെ മനസ്സിന് ഇവിടെ 3-ൽ ശനിയുണ്ട്. അപ്പൊ ആ 3-ാം ഭാവം കൊണ്ട് മനസ്സുകൊണ്ട് നമുക്ക് നല്ലൊരു ധൈര്യം കൊടുക്കുന്ന ഒരു ഭാവമാണ്. അപ്പൊ ഭർത്താവിന് എന്ത് സംഭവിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഞാനുണ്ട്, നമുക്ക് ഇന്നതിലൂടെ പോവാം. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചാലും ഭർത്താക്കന്മാർക്കാണെങ്കിലും ഇന്നതൊക്കെ ആ കൂട്ടായ്മ അവിടെ എപ്പോഴും ഉണ്ടാവണം. ഈ ഒരു മാസം നിങ്ങളുടെ ആ കൂട്ടായ്മ എപ്പോഴും അവിടെ കാണണം. അല്ലെങ്കിൽ നമുക്ക് കുറേയധികം ദോഷങ്ങൾ, നമ്മൾ പറയാത്ത കാര്യങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കും. അപ്പൊ നമ്മുടെ വീട്ടിലെ വിഷയം മറ്റുള്ളവര് അറിയാതെ, അതായത് അറിയിക്കേണ്ട ആവശ്യങ്ങളില്ല, അത്ര വലിയ പ്രശ്നമൊന്നും നമുക്ക് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. വ്യാഴം നല്ലതാണ്, 7-ലാണ് നിവർത്തി സ്ഥാനാണ്. സൂര്യനും നല്ലതാണ്. ഒക്കെ നല്ലത് മാത്രമല്ലല്ലോ, നല്ലതിലെ മാത്രമല്ലാതെ നമുക്ക് അതിൽ ദോഷഫലങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ദൈവത്തിന് ഏതാണോ നിങ്ങളുടെ ഉപാസനാമൂർത്തി, അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ നിത്യം വിളിക്കുന്ന ദേവത ഏതാണെങ്കിലും അതിനെ നന്നായിട്ട് വിളിക്കുക. ദേവീക്ഷേത്രത്തിൽ പോവാ, പറ്റത്തക്ക വഴിപാട് ചെയ്യുക. ശനീശ്വരന് മനോബലം ഒന്നും കൂടി കൂട്ടിയെടുക്കാനായിട്ട് ശിവന്റെ അമ്പലത്തിൽ പോവാ. മാല കൊടുക്കുക, കൂവളത്തിന്റെ ഇല കൊണ്ട് മാല കൊടുക്കുക. പിന്നെ ധാര കൊടുക്കുക. ടെൻഷനൊക്കെ ധാരാളം വരികയാണെങ്കിൽ ധാര കൊടുക്കുക. അപ്പോൾ ഒരു മാസത്തിലൊരിക്കൽ ഇളനീര് കൊണ്ട് ധാര കൊടുക്കുക. അതൊക്കെ കൊടുത്താൽ തന്നെ കുറേ മാറ്റങ്ങൾ നമുക്ക് മാറ്റം വരും. അപ്പൊ ഈ ഒരു മാസം ശ്രദ്ധിച്ചാൽ മതി, മകര രാശിക്കാർക്ക് ഏറ്റവും നല്ല ഭാവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും.